പോലീസ് മർദ്ദനമുണ്ടായാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാദ ചന്ദ്രശേഖർ 24-നോട്. പോലീസ് സേനയിൽ അച്ചടക്കം ഏറ്റവും പ്രധാനമാണ്. പോലീസ് സ്റ്റേഷനുകളിൽ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന കേന്ദ്രമാകണം എന്ന് DGP പറയുന്നു. ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ പെരുമാറണമെന്നും റവാദ ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. SKN വെരി ഗുഡ് മോർണിംഗ്. കേരള പോലീസിൻ്റെ മേധാവി ഒരുപക്ഷെ കേരള പോലീസിൻ്റെ മുഖച്ഛായ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള അക്ഷീണ പരിശ്രമത്തിലാണ് DGP റവാദ ചന്ദ്രശേഖർ. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. സാർ വന്ന് 3 മാസമാകുന്നു. ഹൗ ഡു യു ഫീൽ? എങ്ങനെയുണ്ട് കേരള പോലീസ്? ഒരു ഗ്രേറ്റ് ഫീലിംഗ് ആണ് സംസ്ഥാനത്ത് തിരിച്ചു വരിക, നമ്മുടെ ഇവിടുത്തെ പോലീസിൻ്റെ കാര്യങ്ങളിൽ നയിക്കുവാൻ വളരെ നല്ല ഒരു ഫീലിംഗ് ആണ്. നിങ്ങൾക്കെല്ലാം അറിയാം, കേരള പോലീസ് വളരെ പ്രൊഫഷണലായിട്ടുള്ള പോലീസ് ഫോഴ്സാണ്. അതിനെ ഭാഗമായിട്ട് ഞങ്ങൾ കുറേയധികം കാര്യങ്ങളിൽ ഏറ്റവും മെച്ചരീതിയിൽ ജനങ്ങൾ സേവനം ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്നും ഇങ്ങനെ പല എല്ലാ ജില്ലകളും സന്ദർശിക്കുന്നുണ്ട്. സാർ, ഈ പോലീസ് ഫോഴ്സിൻ്റെ ഒരു ഡിസിപ്ലിൻ, സാറ് ഒരു പക്ഷേ വന്നിട്ട് ആദ്യത്തെ നമ്മളായിട്ടുള്ള ഇൻ്റർവ്യൂവിലും പറഞ്ഞ ഡിസിപ്ലിൻ എൻഷുർ ചെയ്യുന്നു. പക്ഷേ ആ കാര്യത്തിൽ എത്രമാത്രം മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്? കാരണം ഇപ്പോഴും വരുന്ന പരാതികൾ മിസ്ബിഹേവിങ്ങിനെ കുറിച്ചും അതുപോലെ മർദ്ദനങ്ങളെക്കുറിച്ചും ഒക്കെയാണ്. എങ്ങനെയാണ് സാർ അതിനെ നേരിടാൻ പോകുന്നത്? അല്ല, ഒരു കാര്യം മനസ്സിലാക്കണം, പോലീസ് എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിലൊക്കെ ആളുകളായിട്ട് നമ്മുടെ ഉള്ള മോർ ദാൻ 450 പോലീസ് സ്റ്റേഷൻസിൽ എല്ലാ ദിവസവും ഒത്തിരി ആളുകൾ ഒത്തുചേരുന്നതാണ്. അവരായിട്ട് പോലീസിലെ സമീപനം വളരെ നല്ല സമീപനമാണ്. 1-2 സംഭവങ്ങൾ ഉണ്ടായിരുന്നു, അതിന് ഞാൻ വിസ്മരിക്കുന്നില്ല. അറ്റ് ദ സെയിം ടൈം വി ഇൻറ്ററാക്ട് വിത്ത് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ എവറി ഡേ. നമ്മുടെ ട്രാഫിക്കിലായിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റേഷനിലായിക്കോട്ടെ, അതല്ലാതെ തന്നെ ERSS ആയിട്ട് ഉള്ള പ്രശ്നങ്ങൾ നമ്മുടെ വി ഇൻറ്ററാക്ട് വിത്ത് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ എവറി ഡേ. അങ്ങനെ സാഹചര്യത്തിൽ അവരുടെ സമീപനം അല്ല, നമ്മുടെ ഐ generally have a very very good opinion about my police personnel that they are doing good job and we are continuing to do good job. ഇനി വീഴ്ച ഉണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു വീഴ്ചയായിട്ട് കാണുക, അതിനാവശ്യം നടപടി സ്വീകരിക്കുക ഞങ്ങളുടെ ഭാഗത്തുനിന്ന്. ഈ ഡിസിപ്ലിൻ, അതായത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള തർക്കങ്ങൾ, പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികൾ അയക്കൽ, അത്തരത്തിലുള്ളൊരു ഇൻഡിസിപ്ലിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നു. അത് എങ്ങനെയാണ് അതിനെ നേരിടുന്നത്? ഓക്കെ, നമ്മുടെ പോലീസ് ഇറ്റ്സെൽഫ് താങ്കൾ സൂചിപ്പിച്ചപ്രകാരം ഒരു ഡിസിപ്ലിൻ ഫോഴ്സാണ്. ഞങ്ങൾക്ക് നിയമങ്ങൾ പ്രകാരം പോകണമാണ്, അച്ചടക്കം കൂടെ വളരെ അത്യാവശ്യമാണ്. ഇതിൽ എനിക്ക് ആക്ച്വലി ഞാൻ എൻ്റെ സഹപ്രവർത്തകർ നോക്കുന്നത് വളരെ നല്ല രീതിയിൽ പോകുന്നതാണ്. മേലുദ്യോഗസ്ഥരാണെങ്കിലും സ്റ്റേഷൻ ലെവലാണെങ്കിലും മിഡിൽ മാനേജ്മെൻറ്റ് ആണെങ്കിലും വെരി നല്ലതായിട്ട് പോകുന്നതാണ്. ഞങ്ങൾ ആ ഭാഗത്തിൽ ഉള്ള ഞങ്ങളുടെ തമ്മിൽ ആശയവിനിമയം നടത്തും, ആവശ്യമുള്ള രീതിയിൽ നടപടി സ്വീകരിക്കാനുള്ള ഇതിലേക്ക് ഐ കൺസിഡർ ടു ബി വെരി വെൽ ഡിസിപ്ലിൻഡ് ആൻഡ് നല്ല ഫോഴ്സ് തന്നെ എനിക്കാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതിനൊക്കെ. ഈ CCTV സ്റ്റേഷനുകളിൽ കൃത്യമായി പ്രവർത്തിക്കണം എന്നുള്ള സുപ്രീം കോടതി റൂളിംഗ് ഉള്ളതാണ്. അത് കാര്യത്തിൽ എങ്ങനെയാണ് സാർ ഇപ്പം സാറിപ്പോൾ എല്ലാ ജില്ലകളിലും പോയിക്കൊണ്ടിരിക്കുകയാണോ? മിക്കവാറും പോലീസ് ഡിസ്ട്രിക്റ്റുകളിൽ എത്തിക്കഴിഞ്ഞു. എങ്ങനെയാണ് അവസ്ഥ? CCTV എൻഷുർ ചെയ്യേണ്ടതല്ലേ? 100% പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്ര കാര്യം പ്രവർത്തിക്കുന്നത് പോലീസ് സ്റ്റേഷൻ, എല്ലാ പോലീസ് സ്റ്റേഷനിലും 100% ആയിട്ടുള്ള CCTVയുടെ നമ്മുടെ നിരീക്ഷണമുണ്ട്, അത് പ്രവർത്തി നടക്കുന്നുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പെട്ടെന്ന് നമ്മളതിന് അതിൻ്റെ ആവശ്യമുള്ള റിപ്പയർസ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഹാപ്പി ടു വർക്ക് ഹിയർ. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. ക്യാമറമാൻ അനൂപിനൊപ്പം ദീപക് ധർമ്മടം, 24. DGPയുമായി സംസാരിച്ച ദീപക് ധർമ്മടം കോഴിക്കോട് നിന്നും തത്സമയം ചേരുകയാണ്. ദീപക്, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ പോലീസ് പീഡനങ്ങളുടെ വാർത്തകളൊക്കെ വരുമ്പോൾ DGPക്ക് അതിനകത്ത് നല്ല വ്യക്തതയുണ്ട് എന്ന് മനസ്സിലാകുന്നു. എന്തൊക്കെയായിരുന്നു അദ്ദേഹം പറയാതെ പറഞ്ഞ കാര്യങ്ങൾ? SKN അത് തന്നെയാണ്. SKN പറഞ്ഞതാണ് ശരി. DGPക്ക് അതിലെല്ലാം വ്യക്തതയുണ്ട് എന്നുള്ളതാണ്. അതായത് സംസ്ഥാനത്തെ പോലീസിൽ ഭൂരിപക്ഷം പോലീസ് സേനാംഗങ്ങളും ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറി സേവനം നൽകുന്നവരാണ്. പക്ഷേ എന്നാൽ ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്, പക്ഷേ അതിനെ കർശനമായി നേരിടും എന്നുള്ളതാണ് DGP റവാദ ചന്ദ്രശേഖരൻ 24-നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പോലീസ് സ്റ്റേഷനുകളിലെ CCTVയുടെ പ്രവർത്തനം, പലയിടത്തും CCTVകൾ കേടായിരിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. പോലീസ് സ്റ്റേഷനുകളിൽ ജനങ്ങൾ എത്തുന്ന എല്ലാ മേഖലയും CCTV സർവൈലൻസിലായിരിക്കണം എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. അദ്ദേഹം ഉപയോഗിച്ച പദം 100% CCTV സർവൈലൻസ് ഉണ്ടാകണം എന്നുള്ളതാണ് DGP റവാദ ചന്ദ്രശേഖരൻ നമ്മളോട് പറഞ്ഞത്. മാത്രമല്ല, ഏതെങ്കിലും ക്യാമറ ഒരെണ്ണം പോലും കേടായി കഴിഞ്ഞാൽ ഉടനെ റിപ്പയർ ചെയ്യാൻ തയ്യാറാകണം എന്നുള്ളതാണ്. മറ്റൊന്ന്, പോലീസ് നിയമപരമായി പ്രവർത്തിക്കണം. കാരണം മർദ്ദനം നിയമപരമല്ല, നിയമവിരുദ്ധമായ പ്രവർത്തനമാണ്, ക്രൈമാണ്. അതുകൊണ്ട് തന്നെ ആരെയും മർദ്ദിക്കാനുള്ള അധികാരം പോലീസിനില്ല എന്ന് റവാദ ചന്ദ്രശേഖരൻ ആവർത്തിച്ചു പറയുന്നതിനൊപ്പം തന്നെ നിയമപരമായി അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്ന സേനയാകണം പോലീസ്. അത് പോലീസിൻ്റെ തലപ്പത്ത് മുതലുള്ള വൈരാഗ്യങ്ങളും പകതീർക്കലുകളും അതുപോലെ പരാതികളും എല്ലാം വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അത് കേരള പോലീസിൻ്റെ ഇമേജിനെ തകർക്കാൻ ഇടയാക്കിയതുമാണ്.
ആ വിഷയങ്ങളിൽ അദ്ദേഹം കൃത്യമായി പറയുകയാണ്, നിയമപരമായി പ്രവർത്തിക്കുക, അച്ചടക്കത്തോടെ പ്രവർത്തിക്കുക. അത് സ്റ്റേഷൻ ലെവൽ ഓഫീസർമാരായാലും ഉന്നത ഉദ്യോഗസ്ഥരായാലും ഒരുപോലെയാണ്. ആ കാര്യത്തിൽ കർശനമായ നിലപാടാണ് എന്നുള്ളത് കൂടി അദ്ദേഹം പറയുകയാണ്. മറ്റൊന്ന്, SKN, രാജ്യത്തുള്ള അന്തർദേശീയ തലത്തിലുള്ള ത്രെട്ടുകളെല്ലാം കേരളത്തിലുമുണ്ട് എന്നുള്ള ഒരു സൂചന കൂടി അദ്ദേഹം ഈ ഇൻ്റർവ്യൂവിൽ നൽകുന്നുണ്ട്. അതായത് രാജ്യവ്യാപകമായും ലോകവ്യാപകമായുമുള്ള ഭീകരവാദത്തിൻ്റെ അണിയറ നീക്കങ്ങൾ കേരളത്തിലുണ്ട്. പക്ഷേ ഇൻ്റലിജൻസ് നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളം കൃത്യമായി ജാഗ്രത പാലിക്കുന്നത് കൊണ്ടാണ് കാര്യങ്ങൾ ശുഭകരമായി മുന്നോട്ട് പോകുന്നത് എന്നുകൂടി അദ്ദേഹം പറയാതെ പറയുന്നുണ്ട്. ഏതായാലും സേനയിൽ രവതാ ചന്ദ്രശേഖരൻ കർശന സ്വഭാവത്തിൽ പിടിമുറുക്കുന്നു. അച്ചടക്കമുള്ള ഒരു നല്ല സേന തന്നെയാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്. 3 മാസം അദ്ദേഹം കേരളത്തിലെ സേവനം പിന്നിട്ട് കഴിഞ്ഞു. IB സ്പെഷ്യൽ ഡയറക്ടർ സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം കേരളത്തിലെത്തിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പോലീസ് വിവിധ ജില്ലകളിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മീറ്റിംഗ് നടക്കുകയാണ്. കർശനമായ നടപടിയുമായി അച്ചടക്കം ഉറപ്പാക്കും, ജനങ്ങൾക്ക് നല്ല പോലീസ് സേന എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നാണ് നമ്മളോട് പങ്കുവച്ചത്. SKN. ഒരു കാര്യം മറന്നുപോയി ദീപക്. ഗുഡ് മോർണിംഗ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.